എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ഒരു 10 മണി വരെയൊക്കെ കിടന്നുറങ്ങാൻ പറ്റിയിരുന്നെങ്കിലും. നമ്മളിൽ പലർക്കുള്ള അതുപോലൊരു ആഗ്രഹം ചിലപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത് ഇതുപോലൊരു ഞായറാഴ്ചയിലായിരിക്കും. അപ്പോൾ ഈ ഒരു സൺഡേ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 10:30 വരെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഞായറാഴ്ച പുറത്തെവിടെയും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടുള്ള കുറച്ച് സോളിറ്റ്യൂഡ് ആക്ടിവിറ്റീസ്. So let's watch the video. അപ്പോൾ സമയം ഏകദേശം 11:30ആയി. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. കമ്പനിയിൽ എന്തോ ഒരു പൊതി വന്നിട്ടുണ്ട്, മിക്കവാറും ലെമൺ റൈസ് ആവാനാണ് ചാൻസ്. അപ്പോൾ അത് കഴിച്ചിട്ട് ഈ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഒരു ബുക്ക് കുറേ ദിവസങ്ങളായിട്ട് പകുതി പോലും ആയിട്ടില്ല, ഒരു 30% പോലെ വായിച്ചിട്ട് അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തൽക്കാലം പുറത്തെവിടെയും പോകാനുള്ള പ്ലാന് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ഫുൾ ടൈം ഇവിടെ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് ആ ബുക്കൊക്കെ ഒന്ന് കുറച്ച് ഫ്യൂ പേജസ് ഒന്ന് കവർ ചെയ്യണം. അങ്ങനെ അപ്പോഴേക്കും കമ്പനിയിൽ നിന്ന് ലഞ്ച് വരും. അത് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട്, അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഈ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഇതാണ് നമ്മുടെ മുറ്റം. പക്ഷേ ഇവിടെ ക്ലീൻ ചെയ്യാം, ഒന്ന് ഒതുക്കി വയ്ക്കണം. എൻ്റെ കൂടെ താമസിക്കുന്ന 1-2 പേര്, അതിൽ ഒരാൾ നാട്ടിൽ പോയി, പിന്നെ വേറൊരു സാറ്, മൂപ്പര് എപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ. പിന്നെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു, ആൾ ജോലി നിർത്തിപ്പോയി. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വ്ളോഗൊക്കെ ചെയ്യാനുള്ള ഒരു പറ്റിയത്. പിന്നെ ഫുഡ് കഴിച്ചാലോ. കമ്പനിയിൽ നിന്ന് മിക്കവാറും ലെമൺ റൈസ് തന്നെ വരാനാണ് ചാൻസ്.
ലെമൺ റൈസ്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ചായ കുടിക്കും. നമ്മൾ മുറ്റം വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ആ ബുക്കൊന്ന് വായിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ബുക്ക്, ലിയോ ടോൾസ്റ്റോ എഴുതിയ അന്ന കരനിന. ഈ ബുക്കിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ ഇതൊന്ന് വായിച്ചു തുടങ്ങിയിട്ട്. ചായ ഇഞ്ചിയുടെ മണ്ണു. അപ്പോൾ ചായ റെഡി ആയി ഗൈസ്. ഇഞ്ചിയും കൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാണ്. നമ്മുടെ അയൽവാസി സുജിത്ത് ഇവിടെ ആകെയുള്ള ഒരു മലയാളിയാണ്. ഇതാണ് മിസ്റ്റർ സുജിത്ത്, എന്റെ അയൽവാസി. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി, പക്ഷെ ഞങ്ങൾ പരിചയപ്പെടുന്നത് 10 ദിവസം. അപ്പം 10 കോൺവെർസേഷൻ തൽക്കാലം നിർത്തിവെച്ചിട്ട് ഞങ്ങളുടെ കോൺവെർസേഷൻ നമ്മൾ പോയി. എവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ മലേഷ്യയിൽ അനോലി എന്ന് പറഞ്ഞ കമ്പനിയിലാണ്, കോപ്പർ കമ്പനി, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോ 10 വർഷമാവുന്നു എനിക്ക് മലേഷ്യയില്. അപ്പൊ സുജിത്തേട്ടൻ വന്നു, നമ്മൾ കുറച്ചു നേരം അവരോട് സംസാരിച്ചു. അപ്പൊ ഇനി വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇരുട്ടായി, എന്തായാലും തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഒരു ഹാഫ് ആൻ അവറും കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം.
അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞു, കുളി കഴിഞ്ഞു. നമ്മളിത് നേരെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകും. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ച കട. ഇതുവഴി കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു, ഒരു പാലമൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ഇപ്പോൾ പോകാൻ പോണ കട. നമുക്കിപ്പം പോകേണ്ട കട ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് അടിയോടുകൂടെ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാൻ സമയമായി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.